വള ഇങ്ങോട്ട് ഊരടി. ഇത് ഞാൻ തരൂല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ തരൂല. വള ഇങ്ങോട്ട് ഊരടി. ഊരടി ഇത് വള. നിന്നെ അല്ലെങ്കിൽ വേണ്ട, നിന്റെ വളയും ആ പാദസരം ഇട്ടിട്ട് എനിക്ക് കുടിക്കണം. എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലുള്ളൂ. സാറേ, 10 വർഷം മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണ്. ഇപ്പം 6 മാസമായി ഞങ്ങൾ മ്യൂച്വൽ ഡൈവോഴ്സായിട്ട്. അന്ന് കോടതിയിൽ വെച്ച് ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ സാധനങ്ങളും ആൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ തന്നു, പക്ഷെ ഇനിയും ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടാനുണ്ട്. ഗോൾഡായിട്ടും പിന്നെ സ്ഥലം വിറ്റതിൻ്റെ പൈസയൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ പേരിലൊരു മുട്ടുസൂചി പോലും ആളുടെ അടുത്ത് ഉണ്ടാവരുത്. അതെനിക്ക് വാശിയുള്ള ഒരു കാര്യമാണ്. സാർ എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടായി തരണം. ഇത് പറഞ്ഞൊക്കെ കേട്ടില്ലേ? അതിൽ വല്ല സത്യമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, ഞാനൊരു പ്രവാസിയാണ്. 10 വർഷം മുമ്പാണ് ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. എൻ്റെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. എനിക്ക് 5 സഹോദരിമാരാണ്. ഞാനാണ് ഈ സഹോദരിമാർ 5 പേരെ വിവാഹം കഴിപ്പിച്ചയച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ കുറച്ച് വൈകി. ഞങ്ങൾ തമ്മിൽ ഒരു 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് സാർ. കല്യാണം കഴിഞ്ഞ സമയത്ത് വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു സാറേ. ഞാൻ 2 വർഷത്തിലൊരിക്കലും നാട്ടിൽ വരും, 2 മാസം നാട്ടിലുണ്ടാവും, ഞാൻ തിരിച്ചു പോകും. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്, ചെറിയ മക്കളാണ്. ഇതിനിടയിൽ ഇവൾക്കൊരു വലിയ വയ്യായിക വന്നു. ഞാനങ്ങനെ നാട്ടിലെത്തി, ഇവൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇവൾ ജീവിതത്തിലേക്ക് തിരിച്ചു പോയി. അതിനിടയിലാണ് സാറേ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിലൊരു സംഭവമാണ്. അത് കഴിഞ്ഞ് ഇവള് ഈ നിൽക്കുന്ന ആളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അവിടെ നിന്നാണ് സാറേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത്. എൻ്റെ പേരെന്താണ്? രമേശൻ. എന്താ ജോലി? പ്രത്യേകിച്ച് പണിയൊന്നുമല്ലോ സാറേ. നമുക്ക് എത്ര മക്കളുണ്ട്? 2, 3. അതിന്റെ മോനെ നീ പണി കിടക്കണ, നീ എവിടെ മാറിക്കണ? ഇതിക്കുള്ള ഞാൻ തരാം, നേട് കഴിയട്ടെ. ആ പറയും, നിങ്ങൾ പറയും. അതെല്ലാം വിട്ടുകളഞ്ഞേക്ക് സാറേ. അത് ഇവൻ്റെ കൂടെ പോയപ്പോൾ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇവൾ പറഞ്ഞില്ലേ, ഇവളുടെ ഒരു മുട്ടുസൂചി വരെ എൻ്റെ കയ്യിലുണ്ടാവരുത്. എല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ് സാറേ. എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും ഇന്നോ നാളെയായിട്ട് സാർ എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞു ഞാനിവിടെ ഹാജരാക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം ഇവളടുത്തുണ്ട് സാറേ, അതെനിക്ക് കിട്ടും. എന്താണ് ഇത്ര വിലപ്പെട്ട സാധനം? എന്താണ് പറയും? സാർ അറിയണം, ഇവൾക്ക് വയ്യാന്ന് പറഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് നാട്ടിലെത്തി. ഇവളെ ഞാൻ ചികിത്സിച്ച്. ഇവളുടെ അസുഖം എന്തായിരുന്നു അറിയോ സാറിന്? ഇവളുടെ 2 കിഡ്നിയും ഫെയിലിയർ ആയിരുന്നു സാറേ. എൻ്റെ ഒരു കിഡ്നി കൊടുത്തിട്ടാണ് ഞാൻ ഇവളുടെ ജീവൻ നിലനിർത്തിയത്. ഇന്നും ഇവള് ജീവിക്കുന്നത് ആ ഒരു കിഡ്നിയിലാണ് സാറേ. മനസ്സിലാക്കണം സാറ്. എന്നിട്ടാണ് ഞാൻ ഗൾഫിന് പോയപ്പോ ഇവന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. മനസ്സിലായോ സാറിന്? ഞാൻ എല്ലാം കൊടുക്കാൻ തയ്യാറാണ് സാറേ, എല്ലാം ഞാൻ കൊടുക്കാം. പക്ഷെ എനിക്ക് എന്റെ കിഡ്നി മാത്രം തിരിച്ചു തരണുള്ളൂ. ചോദിക്ക് സാറേ, അവൾക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്ക്. അത് മാത്രം എനിക്ക് തിരിച്ചു കിട്ടും, അത് മാത്രം എനിക്ക് തിരിച്ചു കിട്ടണം സാറേ. എന്ത് ചേട്ടാ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ചേട്ടൻ്റെ മുഖത്തൊരു ഭാവമാറ്റം. ഇതീ കൂടുതലെടുത്ത് പറ്റാൻ നിനക്കൊരു കിഡ്നി ഇല്ലാത്ത കാര്യം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ച്. 1.5 വർഷം നീ അത് മറച്ചു വെച്ച്. അതിന് ഞാൻ എന്ത് ചെയ്ത്? നീ ഒന്നും ചെയ്തിട്ടില്ല. ഇതീ കൂടുതൽ എന്ത് ചെയ്യാൻ? ഞാനാണ് പെട്ടത്. മനസ്സിലായില്ലേ?
അത് ശരി, വന്നിപ്പോ വീട്ടിലും അയാടി. നിങ്ങൾ എന്നെ സ്നേഹിച്ച സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താണ് ഇവിടെ? ഉണ്ടായില്ലടി, ഉണ്ടായില്ല. അപ്പേ ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷമേ എനിക്കിതില്ലാതെ പറ്റണില്ല. കാരണം ജനങ്ങളെന്നെ പരിഹസിക്കുക റോട്ടിൽ കൂടെ പോകുമ്പോ, മനസ്സിലായി എനിക്ക്? ഇതാവുമ്പേ കുറച്ച് കുടിച്ചങ്ങോട്ട് ബോധം പോകുമ്പോ ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. ഒരാളെയും പേടിക്കണ്ട, ഒരാളെയും. നീ പലതും മറച്ചു വച്ചിട്ടാണ് എന്നെ പറ്റിക്കായിരുന്നു. നീ പറഞ്ഞ് പറ്റിക്കണ പഠിച്ച കള്ളിയാണ് നീ. നിങ്ങ അന്ന് മുതൽ പറയണ്ടല്ല പറ്റിച്ചെന്ന്. അങ്ങനെ നോക്കിയാലേ നിങ്ങ എന്നല്ലേ പറ്റിച്ചത്? പറ്റിക്കപ്പെട്ടതേ നിങ്ങളല്ല, ഞാനാണ്. എന്റെ ജീവിതമാണ് നശിച്ചത്. നിങ്ങ അന്ന് സ്റ്റേഷനിൽ വെച്ചല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് 3 പിള്ളേരുണ്ടെന്ന്. എന്നോട് എന്താണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് 2 പിള്ളേരുന്നല്ലേ. എന്നിട്ട് ഓരോ കാര്യങ്ങൾ തെളിഞ്ഞു വന്നപ്പോ നിങ്ങൾ അങ്ങോട്ട് ഡീസന്റ് ആവേണല്ലേ. നിങ്ങൾക്ക് അവിടെ ജോലി ഇവിടെ ജോലി എന്നൊക്കെ പറഞ്ഞല്ലേ എന്നെ കൊണ്ടുവന്നത്. എന്നിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് പണിക്ക് പോയിട്ടുണ്ടാ? ഞാൻ എന്റെ കുഞ്ഞു മക്കളെയും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന എന്റെ ഭർത്താവിനെയും ഉപേക്ഷിച്ചാണ് നിങ്ങളുടെ കൂടെ പോകുന്നത്, ഇവിടെ സ്വർഗ്ഗമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇവിടെ നരകത്തിലേക്കല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് തള്ളിയത്? ഒരു ദിവസമെങ്കിലും സ്വസ്ഥത എനിക്ക് തന്നിട്ടുണ്ടാ? ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് നിങ്ങൾ എന്നെ തല്ലിക്കൊണ്ടിരിക്കണല്ലേ. എനിക്ക് എന്ത് സുഖമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ ഒരു ദിവസം പോലും ഇപ്പൊ കുടിക്കാത്ത ദിവസം ഉണ്ടാ? ഇനി എന്തൊട്ടാണ് ഇവിടെ വിറ്റ് തിന്നാനുള്ളത്? എന്റെ കമ്മല് പോയി, മാല പോയി, എല്ലാം പോയി. ഇനി കാണുന്ന വള മാത്രമുണ്ട്. ഇനി അതും കൂടെ കൊണ്ടു തിന്ന് ജീവിക്കി. വളയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഈ വള വിറ്റിട്ട് വേണം നമുക്ക് ഇവിടേക്ക് സാധനങ്ങളും മേടിക്കണം. എനിക്ക് 2 വീഡിയോയും വേണം അടിക്കാൻ. ആ വള ഇങ്ങോട്ട് വരും, വള ഇങ്ങോട്ട് വരടി. ഇത് ഞാൻ തരൂല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ തരൂല. വള ഇങ്ങോട്ട് ഊരടി, നിന്നെ അല്ലെങ്കിൽ വേണ്ട, നിന്റെ വളയും ആ പാദസരം വിറ്റിട്ട് എനിക്ക് കുടിക്കണം. എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലുള്ളൂ. കുഞ്ഞു അമ്മ മക്കളെ, എന്താണ് ചേട്ടാ മക്കള്? ആരുടെ മക്കള്? നിനക്കിങ്ങനെ 2 മക്കളില്ല, ഇതെന്റെ മക്കളാണ്. ഞാൻ ഈ മക്കളെ ഏൽപ്പിച്ച് ഗൾഫിന് പോയപ്പോഴല്ലേ നീ അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്? പിന്നെ എന്തർത്ഥത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത്? നിനക്ക് മക്കളില്ല, ഇതെന്റെ മക്കളാ. മക്കളെ, നിങ്ങളുടെ അമ്മ മരിച്ചുപോയി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്മ ഇല്ല. ചേട്ടൻ ആരുടെ ചേട്ടൻ? ഈ മക്കളെ ഏൽപ്പിച്ച് ഞാൻ ഗൾഫിന് പോയ സമയത്തല്ലേ നീ അവൻ്റെ കൂടെ സുഖം തേടി ഒളിച്ചോടിപ്പോയത്? ഈ മക്കളെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കോളാം മഞ്ജു. നീ ഇനി അവകാശവും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. നമ്മുടെ മക്കൾ ഓർത്തെങ്കിലും എന്നെ സ്വീകരിക്കണം. എനിക്കിനി പോവാനൊരിടമില്ല. നിന്നോട് ക്ഷമിക്കാറ് ഞാൻ അത്ര വലിയ മഹാമനസ്കനൊന്നുമല്ല, അറിയോ നിനക്ക്? ഞാൻ എൻ്റെ മക്കളെ നോക്കി ഇവിടെ എങ്ങനെയെങ്കിലും കഴിയും. ഇനി എൻ്റെ മനസ്സിലും ഈ വീട്ടിലും നിനക്കൊരു സ്ഥാനമില്ല. എനിക്കേ സമൂഹത്തിലിപ്പം വില നിലയ്ക്കുള്ളതാണ്, മനസ്സിലായില്ലേ? നിനക്ക് പോകാം, നിനക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോകാം. ഞാൻ എൻ്റെ മക്കളെ നോക്കി ഇവിടെ കഴിയും. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ പിള്ളേർ നമുക്ക് അമ്മനെ പോയി വിളിക്കാം. മക്കളുടെ അമ്മയും അച്ഛനും ഒക്കെ ഈ അച്ഛനാണ്. നമുക്ക് അമ്മയില്ല. അതല്ല അച്ഛാ, അമ്മയുടെ കരച്ചിലും പോക്കും കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ പോരെ മോളെ? എനിക്ക് 2 പേരും വേണം. അച്ഛാ, നമുക്ക് അമ്മനെ പോയി വിളിക്കാം അച്ഛാ, പ്ലീസ് അച്ഛാ. അമ്മ പാവല്ലേ, നമുക്ക് പോയി വിളിക്കാം അച്ഛാ. എന്തിനാണ് അച്ഛാ?
എത്ര കണ്ട് എൻ്റെ പോലീസിലയച്ചില്ലേ ഷൈബു ആ ഗൾഫേരം ബിജുല്ലേ അവളെ പോയി താമസിക്കണേ അവൻ്റെ ഭാര്യ ഇരിക്കുന്ന രമേഷായിട്ട് വിളിച്ചോടി പോയില്ലേ. അപ്പോൾ ഒരു 6 മാസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു മധ്യസ്ഥ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങി ഞാൻ കുടിച്ച് വന്നിട്ട് ഒച്ചയുമ്പോഴാണ് ഇവിടെ തല്ലും ബഹളവും ഇതൊക്കെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യനോട് പറയാറുണ്ട് ഇത് ഏതെങ്കിലും ഒന്ന് അവസാനിക്കുള്ളൂ. അതോട്ട് തന്നെ വന്ന് അവൾ കയറിയാണ്ട് തൂങ്ങി. ചില പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ എന്തോരം അധ്വാനിച്ച് കൊണ്ട് കൊടുത്താലുണ്ടല്ലോ അവർക്ക് പോരാ. ആരെങ്കിലും ഒന്ന് ചിരിച്ചു കാട്ടിയാൽ അവരുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഇങ്ങനെ പോണ പെണ്ണുങ്ങൾക്കൊക്കെ ഇതാണ് സ്ഥിതി. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും കൂടെ വേറെ പോവും, അല്ലെങ്കിൽ വിഷം കഴിക്കും, അല്ലെങ്കിൽ ഇതേപോലെ കയറി പോവും. ഇതാണ് ഒരു അവസ്ഥ. ഇപ്പോൾ പോയപ്പോൾ ആർക്ക് പോയി? ആ 2 പിള്ളേർക്കല്ലേ പോയുള്ളൂ. ആ പറഞ്ഞോ. ഏയ് ഇവിടെ കയറുമ്പോൾ കിടക്കാണ്. പോലീസൊന്നും വന്നിട്ടില്ല, നേരം പിടിക്കും. ഓട്ടോ ആ അതെ പറഞ്ഞു. ഇതൊക്കെ അവരിറക്കിക്കോളും. വാ പോയിട്ട് വരാം. നീ എന്തിനു വന്നാ? നിനക്ക് കിഡ്നി അല്ലേ വേണ്ടത്? ഇത് അവിടെ തൂങ്ങി നിക്കണ്ട്. എടുത്തോ, എടുത്ത് തിന്നടാ. കിഡ്നിയാ ലിവറാ എന്ത് വേണമെങ്കിലും. ചെല്ലടാ. മക്കളെ നോക്കിക്കോട്ടെ, ഞാൻ പോയി നോക്കിട്ടെ. എന്താടാ ചെത്തിയരിഞ്ഞു കൊണ്ടോടാ? നീ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദിച്ചില്ലേ കിഡ്നി അരിഞ്ഞു കൊണ്ടോടാ? ചെല്ല്. ലിവറോ കിഡ്നിയോ എന്തോടെ എടുത്തോ നീ? ഞാൻ എന്റെ മക്കൾക്ക് അവരുടെ അമ്മനെ കൊണ്ടുപോകുന്നതാണ്, കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞില്ല. ഞാൻ എന്റെ മക്കൾക്ക് ഇനിയെങ്കിലും അവരെ അമ്മനെ കൊടുക്കണം. നായെ കൊന്നു കളഞ്ഞില്ലടാ നീ. നിർത്ത്. മരിച്ചവിടെ അല്ലേ? സാധനപ്പെട് ഇരിക്കവിടെ. കൊണ്ടുപോട്ടെ, അവൻ കൊണ്ടുപോട്ടെ. മക്കളെ അമ്മ